ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ ചാപ്സേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, സൺഡേ ആണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ വഴിയേ. കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. ഹലോ, അപ്പം നമ്മൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഒരിടത്ത് വരെ എനിക്ക് പോകാനുണ്ട്. രാവിലെ ചർച്ചിൽ പോകണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം പോകാൻ റെഡി ആവാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഹാ ഹാ ഹാ, എങ്ങനെയുണ്ട്? പറയൂ. അപ്പോൾ നമുക്ക് പോയി വരാം. ദാണ്ടേ നോക്കിയപ്പോൾ സിംബക്കുട്ടൻ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. ഒടുവിൽ നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പം വായോ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. ഒടുവിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ എന്നും വരുന്ന കടയിൽ വന്നിട്ടുണ്ട്. കുറച്ച് സ്ലൈഡ്, മെഹന്തി, അങ്ങനെ പല കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കല്ല, എപ്പോഴും എനിക്ക് ഷോപ്പ് ചെയ്യാൻ തോന്നും. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് വണ്ടി എടുക്കുക, പോവുക, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടപ്പെട്ട നെയിൽ പോളിഷാണ്. കുറേയൊക്കെ നോക്കി, ഞാനൊന്നും എടുത്തില്ല, എങ്കിലും നല്ല കളർ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. പിന്നെ അതവിടെ വെച്ചിട്ട് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോനൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണമായിരുന്നു. അതിനിടയിൽ ഒരാളുടെ ചിരിയുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് വന്നേ. അതെന്താണെന്ന് മനസ്സിലായല്ലോ, വാങ്ങിക്കാൻ വന്നത് എന്താണെന്ന്. അങ്ങനെ ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങി. റോഷ്നി മോൾക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഒക്കെ വാങ്ങണ്ടേ. കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി വേറൊരു ഷോപ്പിലും കയറി. സിംബക്കുട്ടൻ്റെ പുതിയ ബെൽറ്റ് അവൻ പൊട്ടിച്ചു. അവനൊരു ബെൽറ്റും വാങ്ങി. അങ്ങനെ കുറേ സ്ഥലത്ത് കയറി ഞാൻ കുഴഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നെത്തിയപ്പോൾ നമ്മുടെ സിംബക്കുട്ടൻ ഞാൻ എവിടെ പോയാലും അവിടെ നിൽക്കുന്നത് പോലെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടൊന്നല്ല അവൻ വിചാരിക്കുന്നത് അതിലെല്ലാം ഇറച്ചിയാണെന്നാണ്. ഇതാണ് ഇവൻ്റെ സ്ഥിരം പണി. എൻ്റെ പൊന്നെ, ചാപ്പ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുറത്തോട്ട് കാണിക്കാത്തത്. എന്നോടുള്ള സ്നേഹപ്രകടനമാണ്. അങ്ങനെ സിംബയുടെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നതിന് ശേഷം ഒന്ന് ഡ്രസ്സൊക്കെ മാറി ദാണ്ടേ നമ്മൾ വാങ്ങിച്ചൊരു സാധനമാണ് അലുവ. പിന്നെ ഇഷ്ടപ്പെട്ട പോപ്കോൺ. ഈ രണ്ട് സാധനങ്ങളും എനിക്കിഷ്ടമാണ്, റോഷനിക്കും ഇഷ്ടമാണ്. പിന്നെ മഞ്ചും ഒരു ഡോണറ്റും വാങ്ങി. അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ നല്ല മണം. മമ്മി നല്ല ചിക്കനും ചീനിയും ഉണ്ടാക്കി. സൺഡേ സ്പെഷ്യലാണ്. അടുക്കളയിൽ നോടി ഞാൻ നേരെ ഇതാണ്ട് മുറ്റത്തോട്ട് വന്ന് നോക്കിയപ്പോൾ ആകാശത്തിങ്ങനെ വെയിലിങ്ങനെ വിടർന്ന് വരുന്നു. അപ്പോഴാണ് ഒരു വിളി വന്ന്, ബാ ചോറുണ്ണാൻ വായോ. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ചീനി, ചിക്കൻ കറി, ചോർ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ ഗായ്സ്? ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ എണീച്ചതിന് ശേഷം ഈവനിങ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്ടേ മാവൻ ചൂട്ടിലെ ഇത്തിള് കാണാൻ പോയതാ. ഇത്തിള് കയറി ഫുള്ള് മാവ് കുളമായിരിക്കുക. ഇതിലൊരു മാങ്ങ പോലും ഈ പ്രാവശ്യം പിടിച്ചിട്ടില്ല. ഇത്തിള് അന്നേരം മൊത്തം ചുറ്റി വളഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ടെറസിൻ്റെ മണ്ടയ്ക്ക് ജാതിക്കത്തോട്ടത്തിനടുത്ത് പോയേ. പിന്നെ ബ്രദറിൻ്റെ മക്കളും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാവരുടെ മേളിൽ ഭയങ്കര തകർത്ത് റീൽസ് എടുക്കാൻ വേണ്ടി വന്നതാണേ. ഇതിനിടയ്ക്ക് സിംബയും അവന്മാരുമായിട്ട് കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്നേ. അപ്പോൾ തന്നെ റോഷിനി ലേസും ഫ്രൂട്ടിയും കുടിക്കുന്നതിനായിട്ട് ചാപ്പോയും സിംബയും കൂടെ വന്ന് നോക്കിക്കോ. ഞങ്ങൾക്ക് കൂടി ഇച്ചിരി തായോ. നീ തരുത്തില്ലെന്നറിയാൻ തോത്തു, നീ തരുത്തില്ല. എന്നാലും ഞങ്ങളിവിടെ നിൽക്കും. നീ തരുന്നവരെ ഞങ്ങളിവിടെ നിൽക്കും. ചാപ്പോയുടെ മുഖം കണ്ടോ, സിംബയുടെ മുഖവും കണ്ടോ, ഇപ്പം തിട്ടോന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞു രാത്രി ആവാറായപ്പോൾ അവരെല്ലാം പോയേ. ഏട്ടനും വൈഫും മക്കളും അങ്ങ് പോയി. പിന്നെ റോഷിനി ദാണ്ട് പടം വരയ്ക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കാൻ വന്നു. അവൾ ദാണ്ട് പടം വരയ്ക്കുക. എന്താ വരയ്ക്കുന്നതെന്ന് അവൾക്ക് തന്നെ ഒരു പിടിയില്ല. മൊബൈലിൽ വേറൊന്നും, വരയ്ക്കുന്നത് വേറൊന്നും. അങ്ങനെ സമയം കടന്നുപോയി. സിംബ ദാണ്ട നൈറ്റ് ചോറുണ്ണാൻ പോകുന്നു. അവൻ കഴിക്കാതെ അവിടെ കിടക്കുക. പിന്നെ ആ ചാപ്പക്കുട്ടനും കൊണ്ടു കൊടുത്തു. അവനും കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
അങ്ങനെ താണ്ട ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവാ. നൈറ്റ് നമുക്ക് മത്തിക്കറി, മത്തി വറുത്തത്, ഉള്ളി വാട്ടിയത്, ചിക്കൻ കറിയും ചീനിയൊക്കെ തീർന്നു. പിന്നെ മമ്മി ഇത് കുക്ക് ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ റൂമിലേക്ക് വന്നു. അപ്പോൾ താണ്ട് സിംബക്കുട്ടന് ഞങ്ങളുടെ പുറകെ വന്നേ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി. ഇതൊരു പതിവുള്ളതാണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങൾ ഉറങ്ങാൻ പോവല്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്